നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി 1 കപ്പ് അരി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്കത് കഴുകി 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടി വെള്ളം. ഇപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളത്തിൽ വേണം ഇത് ചെയ്യാൻ. അപ്പം നമുക്ക് അരി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഹായ് ഗൈസ്, 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അരി കഴുകിയത് ഇങ്ങോട്ട് ഇനി വരാം. ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ, ഈ അരി തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബിരിയാണി അരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ കറുകപ്പട്ട, തക്കോലം, പെരിഞ്ജീരകം, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കൂടെ ഇടണം. ഇതിലെ അരിക്കൊരു മണം ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ പുതിനയില, മല്ലിയില, രമ്പയില, 3 പീസ് നാരങ്ങ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇനി നല്ലോണം അടച്ചു വെച്ച്, നമ്മളിത് വറ്റിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന കണക്ക്. അപ്പം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അരിത ഇവിടെ വേവുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്യാം. ആദ്യം നെയ്യ് കുറച്ച് ഒഴിച്ചു. അതിൻ്റെ കൂടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ക്രഷ് ചെയ്തെടുത്താലും മതി. അത് കഴിഞ്ഞ് ബീൻസ് അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൽ ഒരു നുള്ളു ഉപ്പിട്ട് നമുക്കിത് വഴട്ടാം. നമുക്ക് ഈ ബിരിയാണി അരിയിലൂടെ ചേർക്കാനാണ്. ഇതാകുമ്പോൾ കുട്ടികളുടെ ഉള്ളിലും പോകും. പെറ്റ് നല്ലത കാര്യം പറഞ്ഞാൽ മടിയുള്ള കുട്ടികളായിരിക്കും. ഇതിന് കൂടെ ആകുമ്പോൾ ഇത് ബിരിയാണി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കുഴഞ്ഞ രൂപത്തിലോട്ട് വരണം. അപ്പം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
ഹായ് ഗൈസ്, അതായത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിനകം മാറ്റാം. അടുത്തതായി നമുക്ക് നെയ്യ് വരട്ടിയെടുക്കണം. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചൂടാവുന്ന സമയത്ത് നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ചോറും റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വാരി വെച്ചിരിക്കണം ബീഫും ക്യാരറ്റും ഏറ്റവും രസമായുള്ളത് എസൻസാണ്. പൈനാപ്പിൾ എസൻസ് ഇവിടെ വളരെ ആണ്. കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കും. അതിനുശേഷം ഫുള്ള് നമുക്ക് പൈനാപ്പിൾ എസൻസ് ഭയങ്കര ഇഷ്ടം. ടേസ്റ്റ് നമുക്കല്ലാതെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര രുചിയാണ്. ഈ ബിരിയാണിയിൽ എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ ചോറ് നെയ്യ് ചേർക്കത്തില്ല, വറക്കാൻ മാത്രം കുറച്ച് നെയ്യ് ചേർക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ആ ഒരു വീഡിയോയുമായി കാണാം.